പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്നും ഇന്നലെയും 3 ദിവസത്തോളമായിട്ട് ഒരുപാട് കമൻറ്റ് നമുക്ക് വരുന്നതും ചോദിക്കുന്നതും 36ൻ്റെ ഒരു പാറ്റേൺ വെട്ടിക്കാണിക്കാവോ, വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ എന്ന് പലരും ചോദിച്ചു. അപ്പോൾ 36ൻ്റെ നമുക്കൊരു നോർമൽ സൈസ് നമ്മൾ കട്ടിങ്ങിലേക്ക് പോകാം. ഒരുമാതിരി എൻ്റെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും കുറേ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പീഡിൽ തന്നെ കൈകാര്യം ചെയ്യാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഏത് തുണിയാണെങ്കിലും അടിവശം ഒന്ന് ലെവൽ ചെയ്യണം. കാരണം പുതിയതായിട്ട് പഠിക്കാൻ വരുന്നവർക്കും കൂടെ ഈ ക്ലാസ് പ്രയോജനമാകണം എന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പുതിയതായിട്ട് ഒന്നേന്ന് പറഞ്ഞ് ക്ലാസ് പഠിച്ചു വരുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയും ഗുണകരമാകണം എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അതാണ് ഞാൻ തുണിയുടെ അളവ് പറയാത്തത്. കാരണം അവർ കട്ട് പീസിലും ഒക്കെ വെട്ടി പഠിച്ച് തയ്ച്ച് നോക്കി ക്ലിയറായി വരുമ്പം ഏകദേശം ഇന്ന് പറയുന്ന അളവ് മാക്സിമം 1/10 മതി. എങ്കിലും അവർക്ക് ഒരു അനുകൂലമായ രീതിയിൽ നമ്മൾ പറഞ്ഞ ക്ലാസ് തുടങ്ങുകയാണ്. 36 സൈസാണ്. അടിവശം 1.5 ഇഞ്ച് നമ്മൾ കൊടുക്കണം. ഇത് സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ്, ക്രോസ് കട്ടിംഗ് അല്ല, സ്ട്രെയിറ്റ്. അടിവശം ഇതുപോലെ 1.5 ഇഞ്ച് കൊടുത്തു. 14.5 ഇഞ്ചാണ് ഇറക്കം. 14.5 തന്നെ ആദ്യം മാർക്ക് ചെയ്യുക. 14 ആദ്യം മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ വെട്ടിപ്പോകാം. അപ്പം എല്ലാവരും പറയുന്നു ഞാൻ വളരെ സ്ലോയി ചെയ്യുന്നതുകൊണ്ട് വളരെ ഗുണകരമാണ്, കാരണം അവർക്ക് അത് വെട്ടിപ്പോകാനായിട്ട് പറ്റുന്നു. അപ്പോൾ 14.5 ഇഞ്ച് ഇറക്കമാണ്. ഇറക്കം നമ്മളിവിടെ മാർക്ക് ചെയ്തു. തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി പറയുന്ന പ്രധാന ഒരു കണക്കാണ് 36ൻ്റെ ഷോൾഡർ നമുക്ക് വരുന്നത്. 36ൻ്റെ 6ൽ 1 അത് 6 കേട്ടോ. 6ൽ 1 36 ആയിരിക്കണം 6 കേട്ടോ. അപ്പോൾ 6ൽ 1 നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതിന് പ്രത്യേകിച്ച് തയ്യൽ തുമ്പ് കൊടുക്കണ്ട. അതേ സെയിം 6 തന്നെ നമ്മൾ കൈക്കുഴിക്കും കൊടുത്തു. ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് നമുക്ക് 36 ഇഞ്ച് വണ്ണത്തിൻ്റെ കൂടെ 4ഉം കൂടെ ചേർക്കുവാണ് ഇവിടെ ലൂസ്. അപ്പോൾ എത്രയായി? 40. 40ൻ്റെ 4ൽ 1 10 നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി ഇപ്പോൾ വന്നിരിക്കുന്നത് 30 ഇഞ്ചാണ് ഇവർക്ക് ഇടവണ്ണം വന്നിരിക്കുന്നത്. അതിൻ്റെ 4ൽ 1 7.5 ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇത് തമ്മിൽ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് അടിവശ ഹെമ്മിങ്ങിന് വേണ്ടി 1.5 ഇഞ്ച് കൊടുത്തിരിക്കുന്നു, ഇവിടെ മാർക്ക് ചെയ്യും. ഇതിന് ശേഷം 1.25 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യും. 1.25 ഇതാണ് നമുക്ക് തയ്യൽ തുമ്പ് കൂട്ടാനായിട്ട് നമ്മൾ ഇടുന്ന അളവാണ് 1.25. അത് എപ്പോഴും ഓർത്തോണം. ഞാനിങ്ങനെ വരച്ച് കാണിച്ചു തരാം. ഈ തയ്യൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ കൂട്ടാൻ വേണ്ടിയാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു കണക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. എപ്പോൾ ചെയ്താലും ഈ കൈക്കുഴിയുടെ സെൻട്രലിൽ ഒരു മാർക്ക് കൊടുക്കണം, 3 ഇഞ്ച്. ഈ മാർക്കിൽ നിന്ന് വേണം നമ്മൾ ഡോട്ടിട്ട് കൈക്കുഴി കറക്റ്റ് ചെയ്യാൻ. ഒരു കാരണവശാലും കൈക്കുഴി ഈ ഭാഗം കയറിപ്പോകരുത്. ബ്ലൗസിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഈ ഇങ്ങോട്ടുള്ള ഭാഗം കയറിപ്പോകരുത്. ഇവിടെ നമ്മൾ വരച്ചാൽ ഇതുണ്ടോ, ഈ മൂല വരയ്ക്കുമ്പോൾ നമുക്ക് 1.5 ഇഞ്ച് തീർന്ന് കിട്ടണം. ഈ 1.5 ഇഞ്ച് തീർന്ന് കിട്ടണം, പ്രത്യേകം ഓർത്തോണം. പിന്നെ നമുക്ക് നെക്കിൻ്റെ വൈഡ് 2.5 ഇഞ്ചാണ്. നെക്ക് തീർന്ന് കിട്ടേണ്ട അളവ് 8ആണ്. അപ്പോൾ 7.25 മാർക്ക് ചെയ്താൽ മതി. നോർമൽ യൂനെക്കാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഞാൻ പറയുന്നത് ഷോൾഡർ നമ്മൾ ഇവിടുന്ന് ഒരു ക്രോസ് കൊടുത്തു. ഈ ക്രോസ് വെട്ടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ക്രോസ് എങ്ങനെയാണ്. നോർമലി ഈ ഭാഗം വരുമ്പോൾ ഇത് ചെയ്യാവുള്ളൂ. അപ്പം നെക്ക് നമ്മൾ വൈഡ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്തെ നമ്മൾ പ്രത്യേകം ഓർത്തോണം കേട്ടോ. ഈ ഭാഗത്ത് ഇതുപോലെ തന്നെ നോർമൽ നെക്കായതുകൊണ്ട് ഈ 2.5 ഇഞ്ചാണ് വൈഡ്. 2.5 ഇഞ്ച് കറക്റ്റ് വരച്ചിട്ട് ഇതുപോലെ കൊടുത്താൽ മതി. വൈഡ് നെക്ക് വൈഡ് യു വരുമ്പോൾ നമുക്ക് നമുക്ക് വ്യത്യാസം വരുത്താം. ഇപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്യാം. ബാക്ക് പീസ് നമുക്ക് കട്ടായിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റിൽ ചോദിച്ചാൽ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇനി നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം.
ഫ്രണ്ട് നമ്മൾ ക്രോസ് അല്ലാത്തതുകൊണ്ട് സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതേ സെയിമിൽ തന്നെ വെട്ടിയെടുക്കാം. നോക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ തന്നെ ഇടുന്നു. 4 ഇഞ്ച് ഇവിടെ തുമ്പ് കൊടുക്കണം ഈ തേര് പീസിൻ്റെ ഭാഗത്ത്. ഓക്കെ, അപ്പം നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നെക്ക് അളവ് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. 5.25 തയ്യൽ തുമ്പ് പോയിട്ട് 5.25 ഇവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് കുറച്ചും കൂടെ ഞാനൊന്ന് കയറ്റിയിടുന്നു, കാരണം നമുക്ക് ഈ ഭാഗത്തെ തുമ്പിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് ഒന്നും കൂടെ കൊടുക്കാം. നെക്കിൻ്റെ 6 ഇഞ്ച് 5.25 മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ സ്ക്വയർ വരച്ചു. സ്ക്വയർ വരച്ചിട്ട് നെക്ക് വരച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നമ്മൾ ഡാട്ടിൻ്റെ അളവും കൂടെ ചേർത്ത് ഈ മാർക്ക് ചെയ്യുന്ന 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇത് സ്ക്വയറും വരയ്ക്കണം. മനസ്സിലായോ? അപ്പം ഈ ഇത്രയും ഭാഗം പ്രത്യേകം ഓർത്തോണം. ഈ ഭാഗം ഇത് നമ്മൾ ഇവിടെ ഡാട്ട് ഇടുമ്പോൾ, ഫ്രണ്ട് ഡാട്ട് ഇടുമ്പോൾ നമുക്ക് എന്ത് കിട്ടാനാണ്? ഫ്രണ്ട് ഡാട്ട് ഇടുമ്പോൾ നമുക്ക് ഡാട്ടിൻ്റെ ലൂസാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുന്ന് 1.25 മാർക്ക് ചേർത്ത് തന്നെ സ്ട്രെയിറ്റ് ചെയ്യുക. ഇവിടുന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ടിനേക്ക് വെട്ടുന്നു. അപ്പം നമ്മുടെ ഫ്രണ്ട് പീസ് ഏകദേശം ഇത്രയും ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ബാക്ക് പീസ് എടുത്ത് മാറ്റാം. നമ്മൾ ഇനി ചെയ്യുന്നത്, ഈ മാർക്ക് നോക്കണ്ട കേട്ടോ, നമ്മൾ നേരത്തെ വരച്ചാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 4.25 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കും. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ. ഇപ്പം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാകുന്ന വിധത്തിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. 4.25 ഇഞ്ചിൽ ഇതാ ഇങ്ങനൊരു വര. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമ്മൾ ചെയ്യുന്നത് ബോഡി വണ്ണത്തിൻ്റെ 10ൽ1 ഭാഗത്തിൽ 4 ഇഞ്ച് കൂട്ടി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഒരു മാർക്ക് കൊടുക്കുന്നു. അതേ സെയിം മാർക്ക് നമ്മൾ ഇവിടെയും കൊടുക്കുന്നു. സ്ട്രെയിറ്റ് ഒരു വര ഇങ്ങനെ വരയ്ക്കുന്നു. മനസ്സിലായോ? 3/4 ഇഞ്ച് ഇറക്കി ഇവിടെ വരയ്ക്കുന്നു. ഈ മെയിൻ ഡാട്ടിൻ്റെ അളവ് 10 ഇഞ്ചാണ്. ഓക്കെ, 1.25 ഇഞ്ചാണ് നമ്മുടെ മെയിൻ ഡാട്ടിൻ്റെ വിത്ത് വരുന്നത്. അപ്പോൾ മനസ്സിലായോ? ഇതാണ് നമ്മുടെ മെയിൻ ഡാട്ടിൻ്റെ വീതി. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഡോട്ടിട്ട് നമ്മൾ ഈ ബെൽറ്റ് പീസ് വെട്ടുന്നു. 4.25 ഇഞ്ച് നമ്മൾ വരച്ച ബെൽറ്റ് പീസ് ഇവിടുന്ന് വിടുന്നു. മനസ്സിലായോ? ഈ ബെൽറ്റ് പീസ് നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. 4 ഇഞ്ച് നമ്മൾ ഇവിടെ തുമ്പ് കൊടുക്കുന്നു. 30 ഇഞ്ചിൻ്റെ 4/1 7.5 ഇവിടെ മാർക്ക് ചെയ്യുന്നു. 1.25 ഇഞ്ച് ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ മനസ്സിലായോ? ബെൽറ്റ് പീസ് നമ്മൾ ഇങ്ങനെ റെഡിയാക്കുന്നു. നല്ല ക്രോസിൽ തന്നെ വെട്ടണമെങ്കിൽ ബെൽറ്റ് പീസ് 4 ഇഞ്ച് ഈ ഭാഗത്ത് നമ്മൾ എടുത്ത് വിടണം.
നേരത്തെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 1/4 ഇഞ്ച് നമ്മൾ ഈ ഭാഗത്ത് എടുത്ത് വിടണം. അപ്പം ഇടവണ്ണത്തിൻ്റെ 4 മാർക്ക് ചെയ്തു, നല്ല ക്രോസി വരച്ചു. 1/4 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പിട്ടു, 1/4 ഇഞ്ച് ഈ ഭാഗത്ത് എടുത്തു. ബെൽറ്റ് നമുക്ക് ഓക്കെ ആയി. ഇനി 3/4 ഇഞ്ച് ഈ ഭാഗത്ത് എടുക്കണം, 3/4 ഇഞ്ച് ഈ ഭാഗത്തും എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് സ്കെയിലിൽ ഈ ഡാട്ടിൻ്റെ വിത്ത് ലൈനിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കണം. ഇവിടെ നമുക്ക് ഇങ്ങനെയും വരയ്ക്കണം. ഇതാണ് ഫ്രണ്ട് പീസ്. ഓക്കെ, ഫ്രണ്ട് പീസ് ഓക്കെ ആയി. ഇനി ഫ്രണ്ട് പീസിൻ്റെ ഇവിടെ 1/4 ഇഞ്ച് ഇവിടെ എടുത്ത് കളയണം. നെക്ക് നമുക്ക് ടൈറ്റായിട്ട് നിൽക്കാൻ. അതെങ്ങനെയാണ് എടുക്കുന്നത് നോക്കിയോ. വളരെ നൈസായിട്ട് വേണം ഇതെടുത്ത് വിടാൻ. എടുത്തു. ഇനി 3/4 ഇഞ്ച് ഇവിടെ മാർക്ക്, ഇവിടുത്തെ കാട്ട് 1/4 ഇഞ്ച് ഇവിടെ തള്ളിയിട്ട് ഈ 1/4 ഇഞ്ചിൽ നിന്ന് ഫ്രണ്ട് പീസ് സെൻട്രൽ 3/4 ഇഞ്ചോളം വരുന്ന പോലെ നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടണം. ഫ്രണ്ട് പീസ് ഓക്കെ ആയി. ഈ ഭാഗത്തു നിന്ന് 1/4 ഇഞ്ച് ഈ ഡാട്ടിൽ നിന്ന് മരുന്ന് ഭിത്തിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് 1/4 ഇഞ്ച് വരുന്നത് പോലെ റിഗാൾ ഡാട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഫ്രണ്ടുമായി, നമുക്ക് ബാഗുമായി. ഇനി നമുക്ക് കൈ വെട്ടണം. കൈ നീളം നമുക്ക് 8 ഇഞ്ചാണ്. 1/2 ഇഞ്ച് ഇവിടെ കൊടുത്ത് മാർക്ക് ചെയ്തു. 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. 1/4 ഇഞ്ച് നമ്മൾ ഹെമ്മിങ്ങിന് കൊടുക്കണം. ഇവിടെ മാർക്ക് ചെയ്തു. 12 ഇഞ്ചാണ് താഴത്തെ കൈ ലൂസ്, അതിന് 6 ഇഞ്ച് മാർക്ക് ചെയ്തു. 1/4 ഇഞ്ച് ഇവിടെ തുമ്പോളൂ. ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട കണക്കാണ് കൈക്കുഴി. കൈക്കുഴിക്ക് നമ്മൾ വരുന്നത് ബോഡി വണ്ണത്തിൻ്റെ 4/1 1 ഇഞ്ച് കുറച്ചാണ്. 36ൻ്റെ 4/1 എന്ന് പറഞ്ഞ് 9 ആണ്. 9ൽ 1 ഇഞ്ച് കുറച്ച് 8 ഇഞ്ച് നമ്മൾ കൈ ലൂസ് കൈക്കുഴി തീർന്ന് കിട്ടണം. 3/4 ഇഞ്ച് കൈ താത്ത് കൊടുക്കണം. നമുക്ക് ഇങ്ങനൊരു സ്ട്രെയിറ്റ് വര വരച്ചാലും നിങ്ങൾക്ക് കൈക്കുഴിയുടെ കണക്ക് പിടികിട്ടും. മനസ്സിലായോ? എന്നിട്ട് ഇതുപോലൊരു സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ ഷേപ്പിൽ വരയ്ക്കണം. ഇതാണ് കൈയുടെ മാർക്ക്. നമുക്ക് കൈ ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഇപ്പോൾ കൈ ഓൾറെഡി ഓക്കെ ആയി. ഇനി ഇവിടെ ഒരു മാർക്ക് കൊടുക്കണം. ഇനി ഞാൻ കൈ കുഴിച്ച് വെട്ടുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കണക്ക് എങ്ങനെയാണ്? 2/4 ഇഞ്ച് ഇവിടെ കൊടുത്തു, 1/4 ഇഞ്ച് ഈ മാർക്കിൽ നിന്നും കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ നോക്കും, 4/4 ഉണ്ട്. അപ്പം 2 ഒരു പോയിൻ്റ്. അതെങ്ങനെയാണ് വരേണ്ടത്? ഈ ഇവിടുന്ന് ഇങ്ങനെ വെട്ടി 3/4 ഇഞ്ച് സെൻറ്ററിൽ കയറി ഇങ്ങനെ. ഇതാണ് ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്നത്. ഫ്രണ്ട് നമുക്ക് കുഴിച്ച് വെട്ടാം. ഫ്രണ്ട് കുഴിച്ച് വെട്ടിയിട്ട് നമുക്ക് ബാക്ക് പീസ് വെച്ച് ഹാം ഹോൾ കറക്റ്റാണോ എന്ന് നോക്കണം. കൈക്കുഴി കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കണം. ഇവിടെ ഒരു മാർക്ക് കൊടുക്കണം. ആദ്യം ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്യണം, ബാക്ക് പീസ്. എന്നിട്ട് ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കണം. കണ്ടോ? കറക്റ്റാണോ ഹാം ഹോളെന്ന്, നമ്മുടെ കണക്ക് കറക്റ്റാണോ എന്ന് നമുക്ക് വെച്ച് നോക്കാം. കണ്ടോ എത്രത്തോളം കറക്റ്റായിട്ടാണ് കൈ ഇരിക്കുന്നത്? ഈ കണക്കിൽ തന്നെ നമുക്ക് വെട്ടണം.
ഈ ഹാം ഗോള് നമുക്ക് തീർന്നു കിട്ടേണ്ട അളവ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ബോഡി വണ്ണത്തിൻ്റെ 1/4 1 ഇഞ്ച് കുറച്ചാണ് നമുക്ക് കിട്ടേണ്ടത്. എത്ര ബോഡി വണ്ണമാണോ അതിൻ്റെ 1/4 1 ഇഞ്ച് കുറച്ച് നമുക്ക് ഹാം ഗോൾ കിട്ടണം. അത് ഏത് വണ്ണമാണെങ്കിലും നിങ്ങൾ ഹരിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഏകദേശം ബ്ലൗസിൻ്റെ ഒരു കട്ടിങ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. 36 സൈസിൻ്റെ ആണ്. അപ്പോൾ ഇനിയും ഇതേവഴി നിങ്ങളെല്ലാം നോക്കി കട്ടിങ് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ പറയണം. ഞാൻ അതിൻ്റെ വേണ്ടതുപോലെ എന്താണെങ്കിൽ അതിൻ്റെ കമൻറ്റിൽ തന്നെ മറുപടി തരാം. നിങ്ങൾ പ്രോത്സാഹനമാണ്, വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഒരു പ്രചോദനമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അടുത്ത വീഡിയോയിലേക്ക് പോകാനും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ഞാൻ അടുത്ത സൈസ് വെട്ടി കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ് പൂർണ്ണമാകുന്നു. താങ്ക് യു.